NIA-യുടെ പിടികിട്ടാപ്പുള്ളി സർക്കാരിനെ വെല്ലുവിളിക്കുന്ന മാവോയിസ്റ്റ് പാർട്ടി ഘടനയിലെ ഏറ്റവും മുതിർന്ന കമാൻഡർ. 2018 മുതൽ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി. 2010-ൽ 74 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ആക്രമണത്തിന്റെ സൂത്രധാരൻ. 2019-ൽ 15 കമാൻഡോകളെ കൊന്നു തള്ളിയ ഓപ്പറേഷനെ നയിച്ച, കേന്ദ്ര സർക്കാരിനെ വട്ടം കറക്കിയ, വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞും നിരവധി രാജ്യവിരുദ്ധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത മാവോയിസ്റ്റ് നേതാവ്. ഇന്ത്യൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഏറ്റവും കൂടുതൽ തെരയപ്പെടുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ബസവരാജു എന്ന നമ്പാല കേശവറാവു എന്ന മാവോയിസ്റ്റ് നേതാവ്. ഛത്തീസ്ഗഡിൽ ഇന്നലെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെടും വരെ രാജ്യത്തിന് തലവേദനയായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ. അയാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രൊഫൈലിൽ സംസാരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയും പിടികിട്ടാപ്പുള്ളിയുമായ ബസവരാജു എന്നറിയപ്പെടുന്ന നമ്പാല കേശവറാവു ഉൾപ്പെടെ 27 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചതോടെ മാവോയിസ്റ്റ് വേട്ട പുതിയ തലത്തിലെത്തുകയാണ്. ബസവരാജുവിനെ കൊന്നതോടെ മാവോയിസ്റ്റുകളുടെ അടിവേരിളകുമെന്നാണ് കേന്ദ്ര സേനകളുടെ വിലയിരുത്തൽ. ബസ്തർ മേഖലയിൽ 2 ഘട്ടമായി തുടർന്ന ഏറ്റുമുട്ടലിൽ സംസ്ഥാന പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡ് അംഗം കൊല്ലപ്പെടുകയും ഏതാനും സേനാ അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഘട്ടത്തിനൊടുവിലാണ് നമ്പാല കേശവറാവു എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിനെ, രാജ്യദ്രോഹി കൊല്ലപ്പെടുന്നത്. നക്സലിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിലെ നാഴികക്കല്ലെന്നാണ് ഏറ്റുമുട്ടലിനെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചത്. മുതിർന്ന മാവോയിസ്റ്റ് നേതാവിന്റെ മരണം ആഭ്യന്തരമന്ത്രി കൂടിയായി ഉപമുഖ്യമന്ത്രി കൂടിയായ വിജയ് ശർമ്മയും സ്ഥിരീകരിച്ചു. നാരായൺപൂർ, ദന്താവാഡെ, ബിജാപൂർ, കൊണ്ടാഗാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ റിസർവ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ അബുജംത് വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. വൻതോതിൽ ആയുധങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയിൽ 3 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള നേതാവിനെ വധിച്ചതെന്നാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. അരനൂറ്റാണ്ടായി രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചയാളാണ് ബസവരാജു. ചില്ലറക്കാരനല്ല. ഛത്തീസ്ഗഡ് സർക്കാർ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട നേതാവ്. 3 തലങ്ങളിലായുള്ള സുരക്ഷാ സംഘത്തിന്റെ ഒപ്പം വനത്തിനുള്ളിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. ആന്ധ്രയിലെ ശ്രീകാകുളം ജിയന്നപ്പേട്ട് സ്വദേശിയായ ബസവരാജുവിന് 70 വയസ്സുണ്ട്. സ്കൂൾ അധ്യാപകന്റെ മകനായി ജനിച്ച ബസവരാജു വാറങ്കൽ RECയിൽ നിന്നും BTech ബിരുദം നേടിയ ശേഷമാണ് മാവോയിസ്റ്റ് ആശയങ്ങളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞത്. പ്രകാശ്, കൃഷ്ണ, വിജയ്, ഉമേഷ്, കംലു എന്നീ പേരുകളിലും സംഘടനയ്ക്കുള്ളിൽ അറിയപ്പെടുന്നു. 2018-ൽ മുപ്പാല ലക്ഷ്മണറാവു എന്ന ഗണപതിയുടെ പകരക്കാരനായാണ് CPI മാവോയിസ്റ്റ് സംഘടനയുടെ തലവനായി ഇദ്ദേഹം എത്തുന്നത്. 2004 മുതൽ ജനറൽ സെക്രട്ടറിയായി തുടരുന്ന ഗണപതി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് സ്ഥാനമൊഴിയുന്നത്. ഗണപതിയുടെ സുഹൃത്തും ആദ്യ ജനറൽ സെക്രട്ടറിയുമായ സീതാരാമയ്യയുടെ കീഴിലാണ് ബസവരാജു പരിശീലിച്ചത്. ബസവരാജു തലപ്പത്തെത്തിയതോടെ ഒട്ടേറെ ആക്രമണങ്ങളാണ് പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും നേരെ നടന്നത്. 2010-ൽ 76 CRPF ജവാന്മാരുടെ ജീവൻ അപഹരിച്ച ദന്തേവാഡ ആക്രമണത്തിന്റെ സൂത്രധാരൻ ബസവരാജു ആയിരുന്നു. ബിജാപൂർ, സുക്മ ജില്ലയിലെ വനമേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ബസവരാജുവിനെ പിടികൂടാനായില്ല. ഛത്തീസ്ഗഡ്, ആന്ധ്ര സർക്കാരിന് പുറമെ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന സർക്കാരുകളും ബസവരാജുവിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ജിയാനപേട്ട സ്വദേശിയായ നമ്പാല കേശവറാവു 1955-ലാണ് ജനിച്ചതെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. 80കളുടെ തുടക്കത്തിൽ വാറങ്കൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ് നമ്പാല കേശവറാവു രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദേശീയ തലത്തിൽ പേരെടുത്ത വോളിബോൾ കളിക്കാരനായിരുന്നു ഇയാൾ. കോളേജിൽ വെച്ച് ABVP സംഘടനകളായ വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിച്ച കേസിൽ ഇയാളെ ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ ഒരൊറ്റ തവണ മാത്രമാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. BTech ബിരുദം നേടിയ ശേഷം കേശവറാവു മാവോയിസ്റ്റായി. വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷം പൊതുധാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തീവ്രത പോർന്നു തോന്നിയ ഇയാൾ പീപ്പിൾസ് വാർ ഗ്രൂപ്പിലേക്ക്, അതിലൂടെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും എത്തി. പിന്നീട് അതിൽ സജീവമായി. ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത കേശവറാവു പെട്ടെന്ന് തന്നെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സൈനിക വിഭാഗങ്ങളുടെ തലപ്പത്തേക്ക് ഉയർന്നു.
2004 പീപ്പിൾസ് വാർ ഗ്രൂപ്പും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ ഓഫ് ഇന്ത്യയും ലയിച്ച CPI മാവോയിസ്റ്റ് രൂപീകരിച്ചപ്പോൾ ബസവരാജു ആ സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 2018 ഗണപതി എന്ന മുപ്പല്ലാൽ ലക്ഷ്മണറാവു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ബസവരാജു കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായി. പിന്നീട് കണ്ടതൊക്കെയും ആളുകളെ കൊന്നു തള്ളുന്ന ബസവരാജുവിൻ്റെ കുത്തഴിഞ്ഞ ഭരണരീതിയായിരുന്നു. ബസവരാജുവിനെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതും മുപ്പല്ലാൽ ലക്ഷ്മണറാവു ആയിരുന്നു. തന്ത്രപരമായ നീക്കങ്ങൾക്കും ക്രൂരമായ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു ബസവരാജു. സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇയാളാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഗറില്ല യുദ്ധതന്ത്രങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഇയാൾ സംഘടനയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും പുതിയ കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിലുമൊക്കെ പങ്കുവഹിച്ചു. ഇയാളുടെ മുൻഗാമിയായിരുന്ന ഗണപതി എന്ന മുപ്പല്ലാൽ ലക്ഷ്മണറാവു ആശയപരമായ നേതൃത്വമാണ് നൽകിയത്. പൊതുവെ പ്രായോഗിക ബുദ്ധിയുള്ള ഗണപതി മറ്റ് മാവോയിസ്റ്റ് ഘടകങ്ങൾക്കിടയിലും സ്വീകാര്യനായിരുന്നു. എന്നാൽ ബസവരാജു ആക്രമണങ്ങളിലും എതിരാളികളെ ശാരീരികമായി അടിച്ചമർത്തുന്നതിലും ഉന്മൂലനത്തിലുമാണ് പ്രധാനമായും ശ്രദ്ധിച്ചത്. സായുധ പോരാട്ടത്തിലും ഒളിപ്പോർ യുദ്ധതന്ത്രങ്ങളിലും വിദഗ്ധനായ ബസവരാജുവിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ഏതാനും ഫോട്ടോകൾ മാത്രമാണ് കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ പോലും ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒടുവിലാണ് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനും നീണ്ട ശക്തമായ ഏറ്റുമുട്ടലിനും ഒടുവിൽ ബസവരാജുവിനെയും കൂടെയുള്ളവരെയും വധിക്കാൻ നമ്മുടെ സേനയ്ക്ക് സാധിച്ചു. കൊല്ലപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഓപ്പറേഷൻ നടന്ന പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഈ വർഷം ഇതുവരെ സുരക്ഷാ സേന 200-ലധികം മാവോയിസ്റ്റുകളെ വധിച്ചു. ബസ്തർ മേഖലയിൽ മാത്രം 183 പേരാണ് കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയമായി സംഘടനയെ നയിക്കുന്നതിന് പകരം സായുധ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയായ ബസവരാജു. അതുകൊണ്ട് തന്നെ ബസവരാജുവിനെ വകവരുത്തിയതോടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് രക്തച്ചൊരിച്ചിലിന് അറുതി വരുത്തുമെന്നൊരു വിശ്വാസം സർക്കാരിനുണ്ട്. എന്തായാലും ബസവരാജുവിന്റെ അന്ത്യത്തോടുകൂടി മാവോയിസ്റ്റ് ഇന്ത്യ ചരിത്രത്തിൽ വലിയൊരു അധ്യായം കൂടി കടന്നു പോവുകയാണ്. ആരാണ് ബസവരാജു എന്ന ചോദ്യത്തിന് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണെന്നും രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യവിരുദ്ധനാണെന്നും എന്നൊരൊറ്റ ഉത്തരത്തിൽ നിർത്തട്ടെ.